അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിൽ പറയുന്നത് ഖുർആനിലെ 86-ാം അധ്യായം സൂറത്ത് ത്വാരിഖ്, ആ സൂറത്തിൻ്റെ അർത്ഥവും ആശയവുമാണ്. നേരെ വിഷയത്തിലേക്ക് പോകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. വസ്സമായി വത്വാരിഖ്. വസ്സമായി ആകാശം തന്നെയാണ് സത്യം, വത്വാരിഖ് ത്വാരിഖും തന്നെയാണ് സത്യം. വമാ അദ്റാക മത്വാരിഖ്. വമാ അദ്റാക, താങ്കൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? മത്വാരിഖ്, ത്വാരിഖ് എന്താണ് എന്നതിനെ പറ്റി. വസ്സമായി വത്വാരിഖ് വമാ അദ്റാക മത്വാരിഖ്. ആകാശവും ത്വാരിഖും തന്നെയാണ് സത്യം. താരിഖ് എന്താണെന്ന് താങ്കൾ എന്താണ് മനസ്സിലാക്കി വച്ചിരിക്കുന്നത്? അന്നജ്മു സാക്കിബ്. അന്നജ്മു അതൊരു നക്ഷത്രമാണ്. സാക്കിബ് തുളച്ച് കയറുന്ന, അത് തുളച്ച് കയറുന്ന ഒരു നക്ഷത്രമാണ്. പ്രപഞ്ചത്തിലെ അത്ഭുത പ്രതിഭാസങ്ങളായ ആകാശവും നക്ഷത്രങ്ങളും കൊണ്ട് സത്യം ചെയ്തുകൊണ്ടാണ് ഈ അധ്യായം തുടങ്ങുന്നത്. താരിഖ് എന്ന് പദത്തിന് രാത്രി പ്രത്യക്ഷപ്പെടുന്നത് എന്നാണ് അർത്ഥം. പ്രകാശമുള്ളത് കൊണ്ടാണ് അതിനെ തുളച്ച് കയറുന്നത് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. എല്ലാ നക്ഷത്രങ്ങളും ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. കാർത്തിക നക്ഷത്രമാണ് ഈ ത്വാരിഖ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് ചില മുഫസ്സിരീങ്ങൾ പ്രത്യേകമായി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇൻ കുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിള്. ഇൻ കുല്ലു നഫ്സിൻ, എല്ലാ ഓരോ ശരീരത്തിനും, ലമ്മാ അലൈഹ അതിൻ്റെ മേലുണ്ട്, ഹാഫിള് എന്നൊരു സൂക്ഷിപ്പുകാരനുണ്ട്. എല്ലാ ഓരോ ശരീരത്തിനും അതിൻ്റെ മേലിൽ സൂക്ഷിപ്പുകാരനുണ്ട്. ഫൽയൻദുറിൽ ഇൻസാനു മിമ്മ ഖുലിഖ്. ഫൽയൻദുറിൽ ഇൻസാൻ, അപ്പോൾ മനുഷ്യൻ നോക്കട്ടെ, മിമ്മ ഖുലിഖ്, എന്തുകൊണ്ടാണ് അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്, എന്തിൽ നിന്നാണ് താൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് മനുഷ്യൻ ചിന്തിച്ചു നോക്കട്ടെ. ഖുലിഖ മിൻ മാഇൻ ദാഫിക്. ഖുലിഖ, അവൻ സൃഷ്ടിക്കപ്പെട്ടു, മിൻ മാഇൻ ദാഫിക്, തെറിച്ചു വരുന്ന ഒരു വെള്ളത്തിൽ നിന്ന്. തെറിച്ചു വരുന്ന ഒരു വെള്ളത്തിൽ നിന്നാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്. യഖ്റുജു, ആ വെള്ളം പുറപ്പെടുന്നതോ, മിൻ ബൈനി സുൽബി, മുതുകി എല്ലിൻ്റെയും, വത്തറായിബി, നെഞ്ചെല്ലിൻ്റെയും ഇടയിൽ നിന്ന് തെറിച്ചുകൊണ്ട് പുറത്തു വരുന്ന ഒരു വെള്ളത്തിൽ നിന്നാണ് താൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഓരോ മനുഷ്യനും ചിന്തിക്കണം. ഇന്നഹു അലാ റജീഹി ലഖാദിർ. ഇന്നഹു, നിശ്ചയമായും അവൻ, അലാ റജീഹി, അവനെ മടക്കിക്കൊണ്ടുപോകുന്നതിന്, ലഖാദിർ, നിശ്ചയമായും കഴിവുള്ളവനാണ്. അതായത് തീർച്ചയായും മനുഷ്യനെ പുനർജനിപ്പിക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു. യൗമ തുബ്ല സറായിർ. യൗമ, ഒരു ദിവസമാണ് പുനർജനിപ്പിക്കുക. തുബ്ല സറായിർ, രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ദിവസം. ഫമാലഹു മിൻ ഖുവ്വത്തിൻ വലാ നാസിർ. ഫമാലഹു, അപ്പോൾ മനുഷ്യനുണ്ടാകുകയില്ല, മിൻ ഖുവ്വത്തിനൊരു കഴിവും ഉണ്ടാകില്ല, വലാ നാസിർ, ഒരു സഹായിയും ഉണ്ടാകുകയില്ല. ഫമാലഹു മിൻ ഖുവ്വത്തിൻ വലാ നാസിർ, അപ്പോൾ അവനൊരു കഴിവോ സഹായിയോ ഉണ്ടാവുകയില്ല.
വസ്സമാഇ ദാത്തിർ റജ്ഇ വൽ അർളി ദാത്തി സദ്ഇ. വസ്സമായി ആകാശം, ദാത്തിർ റജ്ഇ മഴ വർഷിക്കുന്ന ആകാശം തന്നെയാണ് സത്യം, വൽ അർളി ഭൂമി തന്നെയാണ് സത്യം, ദാത്തി സദ്ഇ സസ്യലതാദികളുള്ള ഭൂമി തന്നെയാണ് സത്യം. വസ്സമാഇ ദാത്തിർ റജ്ഇ വൽ അർളി ദാത്തി സദ്ഇ മഴ വർഷിപ്പിക്കുന്ന ആകാശവും സസ്യലതാദികളുള്ള ഭൂമിയും തന്നെയാണ് സത്യം. ഇന്നഹു ലഖൗലുൻ ഫസ്ൽ, ഇന്നഹു നിശ്ചയം അത് ലഖൗലുൻ ഫസ്ൽ ഗണ്യതമായ ഒരു വാക്ക് തന്നെയാണ്. വമാ ഹുവ ദല്ലാ ബിൽ ഹസിൽ തമാശയല്ല, തീർച്ചയായും ഇതൊരു ഗണ്യതമായ വാക്ക് തന്നെയാണ്, ഇതൊരു തമാശയേ അല്ല. ഇന്നഹും യകീദൂന കൈദാ, ഇന്നഹും തീർച്ചയായും ആ സത്യനിഷേധികൾ കാഫിര്യങ്ങൾ, യകീദൂന കൈദാ വലിയ തന്ത്രം പ്രയോഗിക്കുന്നു. വ അക്കീദു കൈദാ, വ അക്കീദു അപ്പോൾ ഞാൻ തന്ത്രം പ്രയോഗിക്കും, കൈദാ അതിനേക്കാൾ വലിയ തന്ത്രം. അതായത് അവരുടെ തന്ത്രങ്ങൾക്ക് ഞാൻ തക്കതായ തിരിച്ചടി നൽകും. ഫമഹിലിൽ കാഫിരീന അംഹിൽഹും റുവൈദാ, ഫമഹിലിൽ കാഫിരീന അപ്പോ കാഫിരീങ്ങൾക്ക് നീ ഇട കൊടുക്കണം. അംഹിൽഹും അവർക്ക് നീ ഇട കൊടുക്കണം, റുവൈദ അല്പകാലം. ഫമഹിലിൽ കാഫിരീന അംഹിൽഹും റുവൈദ അതുകൊണ്ട് നബിയെ സത്യനിഷേധികൾക്ക് താങ്കൾ ഇട കൊടുക്കണം, അവർക്ക് അല്പകാലം ഇട കൊടുക്കുക തന്നെ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദൗത്യം പരാജയപ്പെടുത്താൻ സത്യനിഷേധികൾ പല കുതന്ത്രങ്ങളും പ്രയോഗിക്കുന്നുണ്ട്. ആ കുതന്ത്രങ്ങളെയെല്ലാം തന്നെ അള്ളാഹു പരാജയപ്പെടുത്തുമെന്നും അവർക്ക് തക്കതായ ശിക്ഷ നൽകുകയും ചെയ്യും. അതുവരെ കാത്തിരിക്കാൻ നബിയെ ഉപദേശിക്കുകയാണ് ഈ സൂറത്തിൻ്റെ അവസാന ഭാഗത്ത്. അള്ളാഹു ഖുർആൻ കൊണ്ട് വിജയിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഉസ്താദുമാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. സാൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന, അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത്. 1000 രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം. അതിന് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ്. മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ്. എല്ലാവർക്കും സഹകരിക്കാം. തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസ്സിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ്. ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല, എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും. കാരണം നമുക്കറിയാം, ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ്. എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓർഗാനിക് ചായപ്പൊടി എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ്. സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്.